പ്രൊഫസർ ജി ശങ്കരപ്പിള്ള, അരങ്ങൊഴിയാത്ത മഹാസൂത്രധാരൻ. കലാകാരന്മാരെല്ലാം തന്നെ സാമാന്യേന ഇരട്ട ജീവിതം നയിക്കുന്നവരാണ്. താൻ വ്യാപരിക്കുന്ന കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട സൃഷ്ടിപ്രക്രിയയുടെ ഒരു അതിഭൗതിക ജീവിതവും തൻ്റെ ദൈനംദിന ഭൗതിക ജീവിതവും. ഈ രണ്ട് ജീവിതവും പരസ്പരം കൂടിക്കലരുകയും വേർപിരിയുകയും ചെയ്യും. ഇതാണ് കലാകാരന്മാരുടെ ജീവിതമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ സാമാന്യ സ്വഭാവം. കലാജീവിതവും ഭൗതിക ജീവിതവും കൂടിക്കലർന്ന് ക്രമേണ ഭൗതിക ജീവിതം തേഞ്ഞില്ലാതാകുന്ന ചില വ്യത്യസ്ത ജന്മങ്ങളും കലാലോകത്തുണ്ട്. എണ്ണത്തിൽ അധികമില്ലാത്ത അവർ പരാർത്ഥമായി ജീവിക്കുന്നവരാണ്. നികൃഷ്ടമായ സ്വാർത്ഥങ്ങളിലല്ല അവർ വ്യാപരിക്കുന്നത്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്മേരമൂർത്തിയാം സൂര്യനെ പോലെ ആണ് അവർ. ജീവിതത്തിൽ കല കലർന്നവരാണ് അവർ. ക്രമേണ ജീവിതം തന്നെ കലയായി മാറിയവരാണ് അവർ. അത്തരം അപൂർവ ജന്മങ്ങളിലൊന്നാണ് പ്രൊഫസർ ജി ശങ്കരപ്പിള്ള. ജീവിതത്തിൽ നാടകം കലർന്നവർ. ക്രമേണ ജീവിതം തന്നെ നാടകത്തിൻ്റെ മാറ്റപ്പേരായവൻ. നാടകത്തിനല്ലാതെ ജീവിതത്തെ മറ്റൊന്നിനും പകുത്തു നൽകാത്തവൻ. മലയാള നാടകത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിനായി മുൻനടന്നവൻ. പുതുമയ്ക്കായി യവനിക ഉയർത്തിയവൻ. മലയാളികളുടെ അരങ്ങുബോധത്തെയും വഴക്കങ്ങളെയും പ്രശ്നവൽക്കരിച്ച കലാപകാരി. എനിക്കും എൻ്റെ സഹധർമ്മിണി ഗീതയ്ക്കും ഡോക്ടർ NK ഗീത ഗുരുവായിരുന്നു അദ്ദേഹം. 1960കളുടെ അന്ത്യപാദത്തിൽ കൂത്താട്ടുകുളത്ത് വെച്ച് നടന്ന ആദ്യ നാടകക്കളരിയിലാണ് ഞാൻ ശങ്കരപ്പിള്ള സാറിനെ ആദ്യം കാണുന്നതും അറിയുന്നത്. അവിടെ M. ഗോവിന്ദൻ, കടമ്പനിട്ട രാമകൃഷ്ണൻ, അയ്യപ്പ പണിക്കർ, കാവാലം നാരായണ പണിക്കർ, PK വേണുക്കുട്ടൻ നായർ, പിന്നീട് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായി മാറിയ പ്രൊഫസർ S. രാമാനുജം എന്നിവരുടെ നടുക്ക് ശങ്കരപ്പിള്ള ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപം എൻ്റെ മനസ്സിലുണ്ട്. ചെറുകാട് മാഷുടെ ശിഷ്യനായാണ് ഞാൻ അവിടെ എത്തുന്നത്. അദ്ദേഹം തന്ന കത്ത് ശങ്കരപ്പിള്ള സാറിനെ ഏൽപ്പിച്ചു. ഞാൻ അവിടെ ക്യാമ്പിൽ അകത്തും പുറത്തുമായി ചില ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. തിരിച്ചു പോരുമ്പോൾ സാറിനോട് യാത്ര പറഞ്ഞു. എൻ്റെ അഡ്രസ്സ് ഒന്നുകൂടി എഴുതി വാങ്ങിച്ചു. വശങ്ങളിൽ തൂങ്ങിയാടുന്ന ജുബ്ബയുടെ പോക്കറ്റിൽ നിന്ന് ബസ് കൂലിക്കുള്ള പൈസ തന്ന് തോളിൽ തട്ടി യാത്രയാക്കി. ആ സ്നേഹവും കരുതലും അദ്ദേഹം ജീവിതത്തിൻ്റെ അരങ്ങൊഴിയുന്നതുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ നാടകം പഠിക്കാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തുന്നത് ഗ്രാമീണ നാടക പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു. അപ്പോഴേക്കും നാടകത്തിൻ്റെ പല മേഖലകളിലൂടെയും ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. മാത്രവുമല്ല, 2 ഘട്ടങ്ങളിലായി സ്കൂൾ ഓഫ് ഡ്രാമ എന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡ്രാമ വിഭാഗത്തിൽ UGC നടത്തുന്ന കോഴ്സിൽ ഞാനും ഗീതയും വിദ്യാർത്ഥികളുമായി ചേരുകയുണ്ടായി. അങ്ങനെ ശങ്കരപ്പിള്ള സാറിൻ്റെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ ഞങ്ങൾ ചെന്നു ചേരുകയും ചെയ്തു. ഞാൻ സൂചിപ്പിച്ചു, ഞാൻ നാടകം പഠിക്കാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തുന്നത് ഗ്രാമീണ നാടക പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു. അതിൻ്റെ തീക്ഷ്ണതയും ജീവിത ബന്ധവുമായിരുന്നു എൻ്റെ കൈമുതൽ. രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിലും സാറിൻ്റേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ കാഴ്ചപ്പാടുകളിലെ വ്യത്യസ്തത ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെ ഒരിക്കലും ബാധിച്ചിട്ടില്ല.
വാദപ്രതിവാദങ്ങളും ചൂടേറിയ തർക്കങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ചുണ്ടിലൊളിക്കുന്ന ഒരു ചിരിയോടെ അദ്ദേഹം കൈകാര്യം ചെയ്തു. ഗുരുനാഥൻ ഒരിക്കലും തനിക്ക് ഒരു അനുയായിയെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഓരോരുത്തർക്കും അവരുടെ വഴി കണ്ടെത്താനുള്ള സാധ്യതകൾ തുറന്നിടുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ രീതിയും അതായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ചെറുപ്പം മുതലേ ക്ലാസിക്കൽ സംഗീതവും നൃത്തവും അഭ്യസിച്ച ഗീതയുടെ സാധ്യതകളെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നടന്ന വർക്ക്ഷോപ്പുകളിലും തുടർന്ന് നടന്ന പല രംഗാവതരണങ്ങളിലും പരമാവധി ഉപയോഗപ്പെടുത്താൻ ശങ്കരപ്പിള്ള സാർ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് നോ തിയേറ്റർ പഠിക്കാനും അതിൻ്റെ വർക്ക്ഷോപ്പിലും ഗീതയെ അദ്ദേഹം മുൻകൈയെടുത്ത് പറഞ്ഞയക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് അവിടെ നടന്ന വർക്ക്ഷോപ്പുകളിലെല്ലാം ഞങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യൻ ക്ലാസിക്കൽ തിയേറ്ററുമായി ബന്ധപ്പെട്ട ഗീതയുടെ ഗവേഷണത്തിന് ഉചിതമായ രീതിയിൽ നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകിയത് അദ്ദേഹം തന്നെ. 1930 ചിറയൻകീഴിലാണ് ജനനം. 22-ാം വയസ്സിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് BA ഓണേഴ്സ് മലയാളം 1ാം റാങ്കോടെ പാസ്സായി. 1952 മുതൽ 1954 വരെ പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ അധ്യാപകനായി. 1954 മുതൽ 57 വരെ കേരള യൂണിവേഴ്സിറ്റിയിൽ നാടോടി സംഗീതത്തിൽ ഗവേഷണം നടത്തി. 57 മധുര ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായി ചേർന്നു. 1961 വരെ അവിടെ. ആ വർഷങ്ങളിലാണ് ശങ്കരപ്പിള്ളയെ രൂപപ്പെടുത്തിയ യഥാർത്ഥത്തിൽ ശങ്കരപ്പിള്ളയെ രൂപപ്പെടുത്തിയ വർഷങ്ങൾ. അക്കാലത്ത് അവിടെ അധ്യാപകരായി ഡ്രാമാനുജമെന്ന് അയ്യപ്പ പണിക്കർ പിന്നീട് പേരിട്ട് വിളിച്ച നാടകജീവിയായ പ്രൊഫസർ എസ് രാമാനുജം സാർ ഉണ്ടായിരുന്നു. ശാന്തിനികേതനത്തിൽ നിന്നും ചിത്രകല അഭ്യസിച്ച SP ശ്രീനിവാസൻ സാർ ഉണ്ടായിരുന്നു. രണ്ടുപേരും എനിക്ക് ഗുരുനാഥർ. ഉള്ളിലും പുറത്തും നാടകമായി ജീവിച്ച ആ കൂട്ടായ്മയിലൂടെയായിരുന്നു ശങ്കരപ്പിള്ളയിലെ നാടകക്കാരൻ കൃത്യരൂപത്തിലായത്. ഗാന്ധി ദർശനങ്ങൾ ജീവിത വഴിയായി മാറുന്നതും ഈ കാലത്ത് തന്നെ. അപരിഗ്രഹവും അഹിംസയുമാണ് അതിൻ്റെ അടിസ്ഥാനം. നിസ്സീമമായ സ്നേഹകാരുണ്യങ്ങളാണ് അതിൻ്റെ ആത്മഭാവം. മാനുഷികത്തിൻ്റെ നല്ലതുകൾക്കായി ഉള്ള ഒരു വൃത്തിയായി തന്നെയാണ് അദ്ദേഹം നാടകത്തെ കണ്ടത്. ആ വഴിയിലൂടെയുള്ള കഠിന സഞ്ചാരമായിരുന്നു ആ ജീവിത നാടകം. രവീന്ദ്രനാഥ ടാഗോർ യാഥാർത്ഥ്യമാക്കിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ സ്വപ്നമാണ് അഥവാ കാവ്യകൽപ്പനയാണ് ശാന്തിനികേതനം. മഹാകവി വള്ളത്തോളിൻ്റെ കാവ്യ സംസാരമാണ് കേരള കലാമണ്ഡലം. അതേപോലെ G. ശങ്കരപ്പിള്ള എന്ന നാട്യാചാര്യൻ കണ്ട സാക്ഷാത്കരിച്ച സ്വപ്നമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡ്രാമ വിഭാഗമായ തൃശ്ശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമ. കേരളത്തിലെ കുട്ടികൾക്ക് നാടകം പഠിക്കാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്ഥാപനമായിരുന്നു അദ്ദേഹം സങ്കല്പിച്ചത്. വളർച്ചയുടെ വഴിയിലായിരുന്നു സ്കൂൾ. 1988 11 കൊല്ലക്കാലത്തെ സ്കൂൾ ഓഫ് ഡ്രാമ ഭരണത്തിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരു കൊല്ലക്കാലം ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് ഡയറക്ടറായി. 59-ാം വയസ്സിൽ ഒരു ജനുവരി 1 ശങ്കരപ്പിള്ള സാർ അരങ്ങുവന്നു. പരാതികളും പരിഭവങ്ങളും കുറ്റപ്പെടുത്തലുകളും താൻ പോരിമ പ്രകടിപ്പിക്കലും നന്നേ കുറവായിരുന്നു ആ ജീവിതത്തിൽ. ഞാൻ എനിക്ക് വേണ്ടി എന്നതിന് പകരം നമ്മൾ എല്ലാവർക്കും വേണ്ടി എന്നതത്രേ അദ്ദേഹത്തിൻ്റെ നിലപാട്. ആരായിരുന്നു G. ശങ്കരപ്പിള്ള? ആ ചോദ്യത്തിന് പല ഉത്തരങ്ങളുമുണ്ട്. ശിഷ്യരോട് ഏറെ കരുതലും സ്നേഹവുമുള്ള പ്രഗത്ഭനായ അധ്യാപകൻ, ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മാന്ത്രികനായ സംഘാടകൻ, ഫോക്ലോർ പണ്ഡിതൻ, മലയാളത്തിന് എക്കാലത്തേക്കും വേണ്ട നാടകങ്ങൾ രചിച്ച നാടകകൃത്ത്, നാടക ചരിത്രകാരൻ, അരങ്ങിന് വേണ്ട കൈപ്പുസ്തകമായ രംഗാവതരണം ഒരുക്കാൻ
നേതൃത്വം നൽകിയ സൈദ്ധാന്തികൻ, കുട്ടികളുടെ നാടകക്കാരൻ, പ്രഭാഷകൻ, ഇതെല്ലാം അദ്ദേഹത്തിന് ചേരുന്ന ഉചിതമായ വിശേഷണങ്ങൾ തന്നെ. പക്ഷേ ഇതിനെല്ലാം ഉപരി അദ്ദേഹത്തിന് സമർപ്പിക്കേണ്ട ബഹുമതി ഇതാണ്: മലയാള അരങ്ങിൻ്റെ ആധുനികതയിലേക്കുള്ള സംക്രമണത്തിന് നേതൃത്വം വഹിച്ച നാട്യ ആചാര്യൻ. ഗുരു പ്രണാമം.